السلام عليكم ورحمة الله. إن الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ രംഗങ്ങളിലെല്ലാം ഒരുപോലെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുവഹിദുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ മർമ്മപ്രധാനമായ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. ഇസ്ലാമിലെ സക്കാത്ത് എപ്രകാരമായിരിക്കണം, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അത് നിർവഹിക്കുന്നവർക്കുള്ള ഇഹത്തിലും പരത്തിലും ഉണ്ടാകുന്ന നേട്ടങ്ങളും അതിനെ അവഗണിക്കുന്നവർക്കുണ്ടാകുന്ന ഇഹപര നഷ്ടത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ ആഴ്ചയിലൂടെ പ്രധാനമായും സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ഒരുപാട് വചനങ്ങളിലൂടെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ സംസാരിച്ച, വളരെ ഗൗരവത്തോടുകൂടി അതിൻ്റെ നൽകിയിട്ടില്ലാത്തവർക്കുണ്ടാകുന്ന സക്കാത്തിന്റെ ബാധ്യത നിർവഹിക്കാത്തവർക്കുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് സംസാരിച്ചത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ, പടച്ചറബിൻ്റെ മാർഗത്തിൽ അള്ളാഹു തന്ന സമ്പത്തിനെ വിനിയോഗിക്കുമ്പോൾ അതൊരിക്കലും നഷ്ടമല്ല, വമ്പിച്ച ലാഭമാണ്, ഇരട്ടികളായി നമുക്ക് തിരിച്ചു നൽകുമെന്ന് നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സൗകര്യങ്ങളും നൽകിയ പടച്ചറബ് നൽകുന്ന വാഗ്ദാനവും വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറാ വല്ലാഹു യഖ്ബിദു വയബ്സുത് വഇലൈഹി തുർജഊൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 245-ാമത്തെ വചനത്തിൽ ഈ ഒരു സത്യം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. പടച്ചറബിന് വേണ്ടി ചെലവഴിക്കാൻ ഒരുങ്ങുന്നവർ, ഇതെനിക്ക് നഷ്ടപ്പെടുമല്ലോ, ഞാൻ കൊടുത്താൽ എൻ്റെ സമ്പത്തിൽ നിന്ന് കുറവ് വരുമല്ലോ എന്നല്ല വിചാരിക്കേണ്ടത്. മറിച്ച് എൻ്റെ കഴിവോ എൻ്റെ യോഗ്യതകളോ എൻ്റെ പരിശ്രമമോ ഒന്നുമില്ലാതെ പടച്ചറബിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിച്ചത്, അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ. അള്ളാഹുവിൻ്റെ ആ ഒരു അനുഗ്രഹമായി മാത്രമാണ് എനിക്ക് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ലഭിച്ചത് എന്ന് ബോധ്യമുള്ളവനാണ് ഒരു വിശ്വാസി. ഒരുപാട് ക്വാളിറ്റിയും ഒരുപാട് യോഗ്യതകളും ഉണ്ടായവർക്കും സമ്പത്തില്ലാത്തത് യഥേഷ്ടം നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷനുകളോ നമ്മുടെ പരിശ്രമങ്ങളോ ഒന്നുമല്ല ഒരാൾ സമ്പന്നനാകുന്നതിൻ്റെ മാനദണ്ഡം എന്ന് ഒരു വിശ്വാസി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ എനിക്ക് നഷ്ടമല്ല, മറിച്ച് മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറാ. അള്ളാഹുവിന് വേണ്ടി ആരാണോ നല്ല കടം കൊടുക്കാൻ ഒരുങ്ങുന്നത് അവർക്ക് ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറാ, അത് ഇരട്ടികളായി അള്ളാഹു നൽകുന്നതാണ്. വല്ലാഹു യഖ്ബിൽ വയബ്സുത്. അള്ളാഹു പിടിച്ചു വെക്കുന്നു, അള്ളാഹു വിശാലമായി കൊടുക്കുന്നു. അള്ളാഹുവാണ് പിടിച്ചു വെക്കുന്നതും വിശാലമായി നൽകുന്നതും. ഒരാൾക്ക് നൽകാതിരിക്കുന്നതും ഒരാൾക്ക് കൂടുതൽ നൽകുന്നതും പടച്ചറബാണ്. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ കൊടുത്താൽ കുറഞ്ഞു പോകോ? ഇല്ല, അള്ളാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് വർദ്ധിക്കുക തന്നെ ചെയ്യും. വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. പലിശയുമായി ബന്ധപ്പെട്ട വിഷയം വിശദീകരിക്കുന്നിടത്ത് സൂറത്തുൽ ബഖറയിൽ ഓർമ്മപ്പെടുത്തി, വമാ ആതൈതും മിൻ റിബ ലിയർബുവ ഫീ അംവാലിൻ നാസ് ഫലാ യർബു ഇൻദല്ലാഹ്. നിങ്ങൾ സമ്പത്ത് വർദ്ധിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്
ജനങ്ങളുടെ അടുത്ത് നിങ്ങൾ പലിശക്ക് പണം ഏൽപ്പിക്കുന്നു. പക്ഷേ ഫലാ യർബു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അത് വർദ്ധിക്കുകയില്ല. വമാ ആതൈതു മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടെ നിങ്ങളിൽ ആരാണോ സകാത്ത് നിർവഹിക്കുന്നത് ഫഉലൈക ഹുമുൽ മുദഅഫൂൻ, അവരാണ് ഇരട്ടികളായി ലാഭമെടുക്കുന്നവർ, ഇരട്ടികളായി നേട്ടം കൊയ്യുന്നവർ അവർ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. അപ്പൊ സകാത്ത് കൊടുക്കുന്നതിലൂടെയാണ് നമുക്ക് സമ്പത്തിലെ വർധനവുണ്ടാകുന്നത്. എനിക്കെന്റെ സമ്പത്ത് ഒന്ന് ശേഖരിച്ചു വെക്കണം, അതിനുവേണ്ടി പലിശക്ക് പണം നിക്ഷേപിക്കലല്ല വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്, പണം വളരാനുള്ള വഴിയായി ഓർമ്മപ്പെടുത്തുന്നത്. മറിച്ച് നിങ്ങൾ വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, പ്രധാനമായ ഒരു കണ്ടീഷന് കൂടി അവിടെ സൂചിപ്പിച്ചു. പടച്ചറബിന്റെ അടുത്തുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളിൽ ആരാണോ സക്കാത്ത് കൊടുക്കുന്നത് ഫഉലൈക ഹുമുൽ മുദഅഫൂൻ, അവരാണ് ഇരട്ടികളായി ലഭിക്കുന്നവർ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. അപ്പൊ സക്കാത്ത് കൊടുത്താലുള്ള ഗുണം, അത് കൊടുത്താൽ ഇഹത്തിലും പരത്തിലും ഉണ്ടാകുന്ന മറ്റു നേട്ടങ്ങൾ, അത് നിർവഹിക്കാതിരിക്കുന്നവർക്കുണ്ടാകുന്ന അനന്തരമായ ഫലങ്ങൾ, അത് നമ്മൾ സൂചിപ്പിച്ചു. സക്കാത്ത് പ്രധാനമായും നിർബന്ധമായി തീരുന്ന, സക്കാത്ത് ഒരാളുടെ മേൽ നിർബന്ധമായി തീരുന്ന ഒരു ചില ഷർത്തുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായി 5 ഷർത്തുകളാണ്. ഒരാളിപ്പോ ഞാനും നിങ്ങളും സക്കാത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി. ഇനി ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളാണോ, ആ ഒരു ബാധ്യത എന്റെ മേലുണ്ടോ എന്ന് തിരിച്ചറിയാൻ, അല്ലെ, സക്കാത്തിന്റെ വിഷയം കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലാണ്. ഹദീസുകളിൽ സക്കാത്തിന്റെ നിസാബ്, അതിന്റെ പരിധിയും അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കേണ്ട ഇനങ്ങളും പല രൂപത്തിൽ സംസാരിച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ ഹദീസുകളെയൊക്കെ ശേഖരിച്ചു വെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിയമങ്ങളും അതിന്റെ പരിധികളും അതിന്റെ വിശകലനങ്ങളും വളരെ വിശദമായി തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഫിഖ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതും സക്കാത്തുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്ക് കാണാം. അതിപ്പോ ഒരു ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ 1-2 ക്ലാസ് കൊണ്ടോ വിശദീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് സക്കാത്തിനെ കുറിച്ച് കുറച്ചൊക്കെ ബോധമുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സംഗതിയാണ്. അപ്പൊ അതിന്റെ ചില രൂപങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും സക്കാത്തിന്റെ വിഷയം വരുമ്പോ വേറൊരു വിഷയത്തിലില്ലാത്ത ചില സംശയങ്ങൾ നമുക്കുണ്ടാകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, നമസ്കാരത്തിന്റെ വിഷയം നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും, അല്ലെ? അതേപോലെ തന്നെ നോമ്പിന്റെ വിഷയത്തിൽ, ഹജ്ജിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കും. പക്ഷെ സക്കാത്ത് അങ്ങോട്ട് പഠിക്കാൻ, സ്വയം ഒന്ന് പഠിക്കാൻ പലപ്പോഴും തയ്യാറാകാത്തൊരു വിഷയമാണ് സക്കാത്ത്, അല്ലെ? നമ്മൾ നെറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉംറക്ക് പോകുന്നവർ ഉംറയുടെ അതൊക്കെ ശരിക്കും നോക്കാറുണ്ട്. എന്നാൽ സക്കാത്തിന്റെ വിഷയം പറയുമ്പോ അതിനെക്കുറിച്ച് ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളത് ഇപ്പൊ ഏകദേശം എനിക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോ അതിന്റെ ഓരോ റൂട്ടും അത് പ്രസംഗത്തിൽ തന്നെ കിട്ടണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. കാരണം ഒരു പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിലൂടെ കേട്ട് പഠിക്കാൻ സാധിക്കുന്നതല്ല. മറിച്ച് തഖ്വയുള്ളവരാണെങ്കിൽ, പടച്ചറബിൽ അടിയുറച്ച വിശ്വാസം മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ രംഗത്ത് കൃത്യമായി തന്റെ ഭാഗം നിർവഹിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സക്കാത്ത് അതിന്റെ ബാധ്യതയിൽ വരുന്നത് 5 നിബന്ധനകളോടുകൂടിയാണ്. ഒന്ന്, സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെടണമെങ്കിൽ ഏതൊരു കാര്യത്തിലുള്ളതുപോലെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഒരാൾക്ക് ബാധ്യത വരണമെങ്കിൽ അയാൾ മുസ്ലിം ആയിരിക്കണം. ഒന്നാമത്തത് ഇസ്ലാമാണ്, അല്ലെ? മുസ്ലിമായ ഒരാളുടെ മേലാണ് സക്കാത്തിന്റെ ബാധ്യത ഉള്ളത്. ഫലാ തൂഖദു സകാത്തു മിനൽ കാഫിർ വലാ തുഖ്ബലു മിൻഹു. മുസ്ലിം അല്ലാത്ത ഒരാളിൽ നിന്ന് സക്കാത്ത് പിടിച്ചു വാങ്ങുകയുമില്ല, അയാൾ തന്നാൽ സ്വീകരിക്കപ്പെടുകയുമില്ല, അല്ലെ? സക്കാത്തിന്റെ മുതലിലേക്ക് മുസ്ലിം അല്ലാത്ത ഒരാളുടെ സമ്പാദ്യം ചേർക്കപ്പെടുകയില്ല. പിടിച്ചെടുക്കപ്പെടുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഇസ്ലാമിക ഭരണാധികാരികൾക്ക് മുസ്ലിങ്ങളിലെ സമ്പന്നരിൽ നിന്ന് ഖുദ് മിൻ അംവാലിഹിം സദഖ വതുറദ്ദു ഫീ ഫുഖറാഇഹിം, അവരുടെ സമ്പന്നരിൽ നിന്ന് സക്കാത്തിനെ പിടിച്ചു വാങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നാട്ടിലേക്ക് നിശ്ചയിച്ച ഗവർണർമാരോട് പറഞ്ഞിരുന്നു. അപ്പൊ വിശ്വാസികളാണെങ്കിൽ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള അധികാരം ഇസ്ലാമിക ഭരണാധികാരികൾക്കുണ്ട്. അപ്പൊ ഒരു കാഫിറിൽ നിന്ന്, അവിശ്വാസിയിൽ നിന്ന് സമ്പത്ത് പിടിച്ചു വാങ്ങുകയുമില്ല. വലാ തുഖ്ബല മിൻഹു, അവരിൽ നിന്ന് അവർ തന്നാൽ സ്വീകരിക്കുകയുമില്ല. ഇനി അത് സവാഉൻ കാന കാഫിറൻ അസ്ലിയൻ ഔ മുർത്തദ്ദ,
ജന്മനാ തന്നെ മുസ്ലിം അല്ലാത്ത ഒരാളാണെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഒരാളാണെങ്കിലും ശരി, അയാളുടെ സക്കാത്ത് അയാളിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് സക്കാത്തിന്റെ വിഷയത്തിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സക്കാത്ത് നിർബന്ധമാകാൻ ഒന്ന് മുസ്ലിമായിരിക്കണം. വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചത് സൂറത്തു തൗബയിൽ കാണാൻ കഴിയും. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി. അവരിൽ നിന്ന് അവർ ചെലവഴിക്കുന്നത് സ്വീകരിക്കപ്പെടാതിരിക്കാൻ അവർക്ക് തടസ്സമായി അല്ലെങ്കിൽ അവരെ തടയാനുള്ള കാരണമായിട്ടുണ്ടായത് ഇല്ല അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി, അവർ അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും അവിശ്വസിച്ചവരായി എന്നത് മാത്രമാണ്. അപ്പോൾ അള്ളാഹുവിലും റസൂലിലും വിശ്വാസമില്ലാത്ത ആളുകൾ അവരുടെ സക്കാത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ആ ഒരു രീതി നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ അമുസ്ലിങ്ങളായ ആളുകൾ, അത്തരം ആളുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗവർണർമാരെ നിശ്ചയിച്ചപ്പോഴും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത് ഹദീസുകളിൽ പല രൂപത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി നിശ്ചയിച്ചപ്പോ അവിടെ ഒന്നാമത് പറഞ്ഞത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് അവരെ നീ ക്ഷണിക്കുക. ഫഇൻ ഫഅലു ദാലിക്, അഥവാ അതവർ വിശ്വസിച്ചു, അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരോട് പറയുക 5 നേരത്തെ നമസ്കാരം അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതും അവർ പ്രാവർത്തികമാക്കിയാൽ അവരോട് നീ വിശദീകരിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് സക്കാത്തിനെ അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു. അപ്പൊ അത് വിശ്വാസികൾക്കുള്ള ബാധ്യതയാണ്. അന്നല്ലാഹു ഇഫ്തറള അലൈഹിം സദഖത്തുൻ തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദു ഫീ ഫുഖറാഇഹിം. തീർച്ചയായും അന്നല്ലാഹു ഇഫ്തറള അലൈഹിം സദഖ, നിങ്ങളുടെ മേൽ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അത് അവരിലെ ധനികരിൽ നിന്ന് സ്വീകരിക്കുക. ഫതുറദു ഫീ ഫുഖറാഇഹിം, അവരിലെ ദരിദ്രർക്ക് നിങ്ങൾ നൽകുക. അല്ലെ, ആ 2 പ്രയോഗത്തിലും പ്രത്യേക വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. സക്കാത്ത് മുസ്ലിങ്ങളിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്, മുസ്ലിങ്ങളിലേക്കാണ് അത് നൽകേണ്ടത് എന്നതുകൂടി ആ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെ, മറ്റ് വശങ്ങൾ അതിന്റെ അവസാന സമയത്ത് നമ്മൾ സൂചിപ്പിക്കും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ ഒരു നിബന്ധന, ഒരാൾക്ക് സക്കാത്ത് നിർബന്ധമാകാനുള്ള നിബന്ധന അൽ ഹുജ്ജിയ, അഥവാ സ്വതന്ത്രനായിരിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അടിമകൾ ഉണ്ടായിരുന്നു, മറ്റൊരാളുടെ കീഴിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ അടിമകൾ, അവർക്ക് സക്കാത്തിന്റെ ബാധ്യത വരികയില്ല എന്നുള്ളത് അന്നത്തെ കാലത്തെ പ്രത്യേകമായിട്ടുള്ള നിയമമാണ്. കാരണം ഇന്ന് നമ്മൾ അടിമകളുടെ അടിമത്ത സമ്പ്രദായമില്ലാത്തത് കൊണ്ട് അവര് നിയമത്തിന്റെ ആ ഷർത്തിന്റെ വശം നമുക്ക് പൂർണ്ണമായി മനസ്സിലാവില്ല. പക്ഷേ സ്വതന്ത്രനായിരിക്കണം എന്ന നിബന്ധനയുണ്ട് സക്കാത്തിന്റെ ബാധ്യത ഉണ്ടായിത്തീരാൻ. മറ്റൊന്ന് മിൽക്കു നിസാബ്. സക്കാത്ത് മറ്റ് ഇബാദത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റ് ആരാധനകളിൽ നിന്ന് വ്യത്യസ്തമായി സക്കാത്ത് ഒരാൾക്ക് ബാധ്യത വരണമെങ്കിൽ ഓരോ ഇനങ്ങൾക്കും ഇസ്ലാം നിശ്ചയിച്ച ഒരു പരിധിയുണ്ട്. അല്ലെ, ഒരാൾക്ക് സമ്പത്തിൽ ഇന്ന ഇനത്തിൽ ഇത്ര ഉണ്ടെങ്കിലാണ് അയാൾ സക്കാത്തിന്റെ ബാധ്യതയുള്ള ആളായി തീരുക. അപ്പൊ മിൽക്കു നിസാബ്, ആ നിസാബ് പൂർത്തിയാവുക, സക്കാത്ത് നിർബന്ധമാകുന്ന പരിധി എത്തുക എന്നതും അതിന്റെ ഒരു ഷർത്താണ്, ഒരു നിബന്ധനയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ഫീമാ ദൂന 5 ഔസിഖിൻ സദഖ. 5 വസ്ഖിന് താഴെയുള്ളതിൽ സക്കാത്ത് നിർബന്ധമില്ല. അല്ലെ, അത് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചോ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. 5 വസ്ഖിന് താഴെയുള്ള കൃഷി ഉൽപ്പന്നങ്ങൾക്ക് സക്കാത്തില്ല. ആ വസ്ഖ് എന്താണെന്നുള്ളത് നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോൾ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ ഹദീസ് സൂചിപ്പിച്ചത് നിസാബ്, സക്കാത്ത് കൊടുക്കേണ്ട പരിധി പൂർത്തിയാകുക എന്നത് ഒരാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയാകുന്ന അതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. മറ്റൊന്ന്, 4ാമത്തെ നിബന്ധന ഇസ്തിഖറാറുൽ മുൽക്ക്, അഥവാ എന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളത് അതെനിക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ, പരിധിയില്ലാതെ ഉപയോഗിക്കാൻ അവകാശം ഉണ്ടായിരിക്കണം. ഒരാൾ എന്നെ ഏൽപ്പിച്ചതാണ്, ഇത്ര 1 വർഷം നിങ്ങളത് ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ 1 മാസം നിങ്ങളത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു സമ്പത്ത് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് സ്വതന്ത്രമായി ഒരുപാട് പരിധിയില്ലാതെ ഉപയോഗിക്കാനുള്ള അവകാശമില്ല. സ്ഥിരമായ ഉടമസ്ഥാവകാശം ഉണ്ടാവുക എന്നതും സക്കാത്തിന്റെ ആ ഒരു ബാധ്യത വരാനുള്ള ഒരു നിബന്ധനയാണ്. അഥവാ കുറച്ചു കാലത്തിന് മാത്രമേ നമ്മൾ ഉടമസ്ഥാവകാശത്തിൽ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ വേറൊരാളിലേക്ക് മാറും എന്ന് വരുന്ന ഒരു സമ്പത്തിൽ നമുക്ക് സക്കാത്ത് കൊടുക്കാൻ സാധ്യമല്ല. അതിന് കുറെ തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് 4ാമത്തെ ഒരു നിബന്ധനയാണ്. കൈകാര്യം ചെയ്യാനുള്ള അധികാരം സ്വതന്ത്രമായി
പരിധിയില്ലാതെ കൈകാര്യം ചെയ്യാനുള്ള അധികാരമുള്ള സമ്പത്തിന്റെ വിഷയത്തിലാണ് സക്കാത്തിന്റെ ബാധ്യത വരിക. അഞ്ചാമത്തെ ഒരു നിബന്ധന മദിയുൽ ഹൗലി ഫി ഗൈരിൽ മഅ്ശർ, അഥവാ കൃഷി വിളകളുടെ വിഷയത്തിലല്ലാത്ത കാര്യങ്ങളിൽ സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ ഒരു വർഷം തികയണം, അല്ലെ? ഒരു വർഷത്തിൽ ഒരു തവണയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കൃഷി വിളകൾക്ക് അത് വിളവെടുക്കുന്ന സമയത്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ വർഷം തികയുക എന്നുള്ളതും സക്കാത്ത് നിർബന്ധമാകാനുള്ള ഒരു നിബന്ധനയാണ്. അഥവാ വർഷത്തിൽ ഒരിക്കൽ ഒരു വർഷം പൂർത്തിയാകൽ എന്നത് നിബന്ധനയായി നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ലാ സകാത്ത ഫീ മാലിൻ ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ. സകാത്തിന്റെ നിർബന്ധ അവസ്ഥ വരിക, ഒരു സമ്പത്തിലും സകാത്ത് നിർബന്ധമാവുകയില്ല ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ, ഒരു വർഷം പൂർത്തിയാകുന്നത് വരെ. അഥവാ വർഷത്തിൽ ഒരിക്കലാണ് സക്കാത്തിന്റെ ബാധ്യത വരിക. എന്നാൽ കൃഷി ഉൽപ്പന്നങ്ങൾക്ക്, വിളകൾക്ക് അവ വിളവെടുക്കുന്ന സമയത്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വആതു ഹഖ്ഖഹു യൗമ ഹസാദിഹി, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ വിശദീകരിച്ചതുപോലെ വആതു ഹഖ്ഖഹു യൗമ ഹസാദിഹി, കൃഷി ഉൽപ്പന്നങ്ങൾക്ക് അവ വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ബാധ്യത നിർവഹിക്കുക. അപ്പൊ അല്ലാത്ത സക്കാത്തിന്റെ മുതലുകളിൽ സക്കാത്തിന്റെ ബാധ്യത വരുന്നത് വർഷം തികയുമ്പോഴാണ് എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ 5 നിബന്ധനകൾ. അതിലൊന്ന് സക്കാത്തിന്റെ വിഹിതം അത് നിർബന്ധമായി തീരണമെങ്കിൽ, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യത ഉണ്ടായിരിക്കണമെങ്കിൽ അയാൾ മുസ്ലിം ആയിരിക്കണം. അതേപോലെ തന്നെ ആ മനുഷ്യൻ സ്വതന്ത്രനായിരിക്കണം, ഒരാളുടെ അടിമയാവരുത്. രണ്ടാമത്തത് സക്കാത്ത് കൊടുക്കാനുള്ള ഇസ്ലാം നിശ്ചയിച്ച ഓരോ ഇനങ്ങൾക്കുമുള്ള പരിധി എത്തിയിരിക്കണം. നാലാമത്തെ സംഗതി അത് സ്വതന്ത്രമായി പരിധിയില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഉടമസ്ഥാവകാശം ആ സമ്പത്തിൽ നമുക്കുണ്ടാകണം. അഞ്ചാമത്തത് വർഷം തികയണം. ഈ 5 നിബന്ധനകളാണ് പണ്ഡിതന്മാർ ഹദീസുകൾ വെച്ച് സക്കാത്തിന്റെ ബാധ്യതക്ക് ഉള്ള ഷർത്തായി വിശദീകരിച്ചിട്ടുള്ളത്. ഇനി വർഷവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയും, ഒരു വർഷം ഇപ്പൊ ഈ വർഷം നമ്മൾ സക്കാത്ത് കൊടുത്തു, അടുത്ത ഇതേ ഡേറ്റ് വരുമ്പോഴേക്ക് സക്കാത്തിന്റെ ആ ഒരു നിസാബ് അഥവാ സക്കാത്ത് ബാധ്യത വരുന്ന ആ പരിധി കുറഞ്ഞിട്ടുണ്ട്. അഥവാ ഇപ്പൊ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ആ പരിധിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം സക്കാത്ത് കൊടുത്ത ഒരാളാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇനിയും ബാധ്യത ഉള്ള ആളാണ് എന്ന് വരുന്നില്ല. മറിച്ച് ആ ഒരു നിസാബിൽ നിന്ന് കുറവ് സംഭവിച്ച ആൾ സക്കാത്തിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാണ് എന്നും ഹദീസിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ ദൂന ഖംസത്തി ഔസഖിൻ ലൈസ ഫീമാ ദൂന ഖംസത്തി ഔസഖിൻ സദഖ, 5 വസ്കിൽ കുറവുള്ളതിന് സക്കാത്തില്ല എന്ന് പറഞ്ഞ ഹദീസിന്റെ പരിധിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ വർഷം തികയുകയും അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കേണ്ട ആ പരിധിയിലേക്ക് എത്തുകയും ചെയ്താൽ മാത്രമേ പിറ്റത്തെ വർഷം സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ഉള്ളൂ. ഇനി ഒരാൾ വിചാരിക്കുക ഞാൻ വർഷത്തിൽ ഒരിക്കലല്ല, ആ വർഷം തികയുന്നതിന് മുമ്പ് തന്നെ എന്റെ ബാധ്യത നിർവഹിക്കണമെന്നാണ് ഒരാൾ വിചാരിക്കുന്നതെങ്കിൽ അയാൾക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള അനുവാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൊടുത്തിട്ടുണ്ട്. അന്നൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തഅജീലി സദഖതിഹി, തന്റെ സക്കാത്തിന്റെ മുതൽ ഞാൻ വേഗത്തിൽ കൊടുക്കട്ടെ അഥവാ വർഷം തികയുന്നതിന് മുമ്പ് കൊടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു. ഖബല അൻ യഹില്ല, അപ്പോ അതിന്റെ വർഷം തികയുന്നതിന് മുമ്പ് ഞാനത് എന്റെ സക്കാത്ത് ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഫറഖസ ലഹു ഫീ ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഇളവ് നൽകി. അപ്പൊ വർഷം തികയുക എന്നതൊരു നിബന്ധനയാണ് സക്കാത്തിന്റെ ബാധ്യത വരാൻ. എന്നാൽ ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ ആ വർഷം തികയുന്നതിന് മുമ്പ് തന്നെ സക്കാത്ത് മുൻകൂട്ടി കൊടുക്കുകയാണ് എങ്കിൽ അതിന് ഇസ്ലാം അനുവാദം നൽകുന്നു. മറ്റൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച, അതേപോലെ തന്നെ ചില സ്വഹാബികളൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞ മറ്റൊരു സംഗതി, ഒരാൾക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ പോലും, ഒരാൾ സമ്പന്നനാണ്, സക്കാത്ത് കൊടുക്കേണ്ട നിസാബ് അഥവാ പരിധിയൊക്കെ എത്തിയ സമ്പത്തുള്ള ആളാണ്, പക്ഷെ അയാൾ സക്കാത്തിന്റെ വിഷയം അയാളോട് പറയുമ്പോൾ അയാൾ പറയാം എനിക്ക് ഇത്ര ദിർഹം കടമുണ്ട്, ഇത്ര ആയിരങ്ങൾ കടമുണ്ട് എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അഥവാ ഒരാൾക്ക് കടമുണ്ട് എന്നതുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്തൂല. കാരണം ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 10,000 ദിർഹം ഒരാളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അയാൾ 5,000 ദിർഹം കടബാധ്യതനാണെങ്കിലും
ആ 5000 ദിർഹം അയാൾ കൊടുക്കുന്നില്ല. ഇപ്പൊ പലരും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കടം വീട്ടാനുള്ള കാശ് കയ്യിലുണ്ടാകും, കടബാധ്യതനായിരിക്കും, പക്ഷെ ആ കടം വീട്ടാനുള്ള കാശ് കയ്യിലുണ്ടായിരിക്കും, പക്ഷെ ആ കടം വീട്ടൂല. എന്നിട്ട് പറയേ എനിക്ക് ഒരുപാട് കടമുണ്ട്, അതുകൊണ്ട് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളല്ല. പക്ഷേ 10000 ദിർഹം കയ്യിലുള്ള ഒരാൾ 5000 ദിർഹം കടം ഉണ്ടെങ്കിലും ബാക്കി 5000 അയാളുടെ സമ്പത്താണ്. ആ 5000 ദിർഹമിന് അഥവാ നമ്മള് ക്യാഷിന്റെ അഥവാ സമ്പത്തിന്റെ വിഹിതത്തിൽ സക്കാത്ത് ബാധ്യത വരുന്ന അളവ് ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗങ്ങളിൽ വിശദീകരിക്കും. അപ്പൊ ആ 5000 ദിർഹം അയാളുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. 5000 ദിർഹം കടം വീട്ടിയില്ലെങ്കിലും അതിന്റെ സക്കാത്ത് കൊടുക്കാൻ അയാൾ ബാധ്യത ഉള്ളതാണ്. അതേപോലെ തന്നെ കടവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് നമുക്ക് കാശ് തരാനുണ്ട്, അത് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള കടമാണെങ്കിൽ ആ കടം കൂടി നമ്മുടെ മുതലാണ്, അതിനും സക്കാത്ത് കൊടുക്കാൻ നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ കടവുമായി ബന്ധപ്പെട്ട് കടമുണ്ട് എന്നതുകൊണ്ട് കാശുള്ള ഒരാൾ സക്കാത്തിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകില്ല. പക്ഷെ ഒരുപാട് കടമുണ്ട്, ആ കടം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അയാളുടെ കയ്യിൽ ഒന്നും മുതൽ അവശേഷിക്കൂല എന്ന അവസ്ഥയിലാണെങ്കിൽ അയാൾ ബാധ്യത ഉണ്ടാവില്ല. പക്ഷേ കടം ഒരു ഭാഗത്തുണ്ട്, സമ്പത്തും ഇയാളെ കയ്യിലുണ്ട്. ആ കടം വീട്ടാനുള്ള സമ്പത്തും അതിനപ്പുറവും കയ്യിൽ വെച്ചിരിക്കുന്ന, എന്നാൽ കടം വീട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ കടബാധ്യതനാണ് എന്നതുകൊണ്ട് അയാൾ സക്കാത്തിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. സ്വഹാബികളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്മുറു ഉമ്മാലഹു ബിഅഖ്ദി സക്കാത്തി മിമൻ അലൈഹി സക്കാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലെ സ്വഹാബത്തിനോടുള്ള സംസാരത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇബ്നു ഖുദാമ തന്റെ മുഗ്നിയിൽ വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഓരോ നാട്ടിലേക്ക് ഗവർണറായി നിശ്ചയിക്കുമ്പോൾ അവരോട് ആ നാട്ടിലെ വിശ്വാസികളിൽ നിന്ന് സക്കാത്ത് പിടിച്ചെടുക്കാൻ പറയുന്നുണ്ട്. വലം യഅ്മുറുഹും അയസ്അലൂഹും അൽ അലൈഹിം ദൈനുൻ അം ലാ. അവരോട് കടം അവർക്കുണ്ടോ, കടബാധ്യതരാണോ എന്ന് ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അവരിലെ സമ്പന്നരിൽ നിന്ന് നിങ്ങൾ സക്കാത്തിനെ പിടിച്ചു വാങ്ങുക എന്ന് തന്നെ പറഞ്ഞ്, ആ സമ്പന്നർക്ക് ഇനി വല്ല കടബാധ്യത ഉണ്ടോ നിങ്ങൾ ചോദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിക്കാത്തത് കൊണ്ട് തന്നെ വലൗ കാന ദൈനു യംനഉ സക്കാത്ത്, ഒരാൾക്ക് കടബാധ്യതനാണ്, കടമുണ്ട് എന്നതുകൊണ്ട് ഒരു ധനികനായ ഒരാൾ സക്കാത്തിൽ നിന്ന് ഒഴിവാകുമായിരുന്നെങ്കിൽ ലഅമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാലഹു അയസ്തഫ്സിറു മിൻ അഹ്ലി സക്കാത്തി അൽ അലൈഹിം ദൈനുൻ. സക്കാത്തിന്റെ ബാധ്യതയുള്ളവരോട് നിങ്ങൾക്ക് കടം എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരണം നൽകുമായിരുന്നു. പക്ഷെ അങ്ങനെ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് സമ്പന്നരായ ഒരാൾ, സക്കാത്തിന്റെ ആ ഒരു ബാധ്യത എത്തുന്ന പരിധി സമ്പത്തിൽ വന്നിട്ടുള്ള ഒരാൾ, അയാളിനി കടബാധ്യതനാണെങ്കിലും അഥവാ സമ്പന്നനുമാണ്, അത് വീട്ടാനുള്ള കാശ് കയ്യിലുണ്ട്, കടബാധ്യതനാണെങ്കിലും അയാൾ സക്കാത്തിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്ലാമിലെ ഏതൊരു കാര്യത്തിനും, ഏതൊരു നന്മക്കും, ഏതൊരു ഇബാദത്തിനും നിയ്യത്ത് അനിവാര്യമാണ്. അല്ലെ, നമ്മൾ നമസ്കരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, ഹജ്ജ് നിർവഹിക്കാറുണ്ട്, അതേപോലെ തന്നെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാറുണ്ട്. അതിനൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം കിട്ടണമെങ്കിൽ കൃത്യമായ ഉദ്ദേശം അതിനുണ്ടാവണം. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങൾ ഉദ്ദേശമനുസരിച്ച് മാത്രമാണ്. വലികുല്ലി ഇംറിഇൻ, ഓരോ മനുഷ്യർക്കും അവരുദ്ദേശിച്ചത് മാത്രമാണ് അള്ളാന്റെ അടുക്കൽ ഉണ്ടാവുക. അല്ലെ, ആളുകൾ എന്നെ കുറിച്ച് ഞാൻ ആക്ഷേപം പറയോ എന്നതുകൊണ്ട് ഞാൻ സക്കാത്ത് കൊടുക്കാം, അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ ആ ആക്ഷേപത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടും. പക്ഷെ പടച്ചറപ്പിന്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാവില്ല. മറിച്ച് അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് സക്കാത്ത് എന്ന ഇബാദത്തും നമ്മൾ നിർവഹിക്കേണ്ടത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത് വദാലിക ദീനുൽ ഖയ്യിമ. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് നിഷ്കളങ്കമായി കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് ആരാധിക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഹുനഫാഅ, ഋജുമനസ്കരായി, മനസ്സിൽ വേറെ ഒന്നും ഉദ്ദേശിക്കാതെ പടച്ചറബിന്റെ അടുക്കലുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വയുഖീമസ് സ്വലാ, നമസ്കാരം നിർവഹിക്കാനും സകാത്ത് കൊടുക്കാനുമാണ് അവർ കൽപ്പിക്കപ്പെട്ടത്. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ശരിയായ മതം, അതാണ് നേരായ മതത്തിന്റെ രീതി. അപ്പൊ മനസ്സിൽ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, ഇബ്തിഗാഅ വജ്ഹില്ല,
പടച്ചറബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്. അപ്പൊ ആ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം നമ്മൾ സക്കാത്തിന്റെ ബാധ്യതയും നിർവഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് അത് ശക്തമായി തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബത്ത് ഹിജറ പോകുമ്പോൾ, മദീനയിലേക്ക് നിങ്ങൾ ഹിജറ പോകുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം അവിടെ പോയി നന്നായി കച്ചവടം ചെയ്യാൻ പറ്റിയ നാടാണത്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് ഇപ്പൊ മുസ്ലിങ്ങളുടെ കൂടെയാണ്, അവരൊക്കെ ഹിജറ പോകുമ്പോൾ ഞാനും ഹിജറ പോയിട്ടില്ലെങ്കിൽ എനിക്കത് നഷ്ടപ്പെടും, അങ്ങനെ മറ്റു പല ഉദ്ദേശത്തിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളുടെ യാത്ര ഇവിടെ ദുനിയാവിൽ നിങ്ങൾ എന്താ ആഗ്രഹിച്ചത് അതേ കിട്ടൂ, പരലോകത്ത് ഉണ്ടാവില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയുടെ സമയത്ത് ഓർമ്മപ്പെടുത്തി. അതുപോലെ ഇസ്ലാമിലെ ഇബാദത്തുകളിൽ, ആരാധനകളിൽ കൃത്യമായ ഒരു ഉദ്ദേശം നമുക്കുണ്ടാകണം, പടച്ചറബിന്റെ അടുക്കലുള്ള പ്രതിഫലം. അത് സക്കാത്തിനും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ സക്കാത്തിന്റെ വിഷയത്തിൽ തിരിച്ചറിയേണ്ട മറ്റൊരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിന്റെ കാര്യം വിശദീകരിച്ചപ്പോ അവിടെ കുട്ടികളുടെ ഉടമസ്ഥയിലുള്ള സമ്പത്ത്, അഥവാ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികളുടെ ഉടമസ്ഥയിൽ സമ്പത്ത് വരാം. കാരണം വാപ്പ മരിച്ചു പോകാം, സമ്പത്തിന്റെ ഉടമയായ പിതാവോ ബാക്കിയുള്ളവരെ മരണപ്പെട്ടു, കുട്ടികൾ ചിലപ്പോൾ പ്രായപൂർത്തി എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സമ്പത്തുള്ള ആള് ഭ്രാന്തനായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളുടെ സമ്പത്തിന്റെ വിഷയത്തിലെ സക്കാത്ത് എങ്ങനെയാണ്? അവിടെയും സ്വഹാബത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നു അബീ ഷൈബ തന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വഖദ് ജാഅത്ത് റിവായാതു അൻ ഖംസത്തി മിൻ അസ്ഹാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5 പ്രമുഖ സഹാബത്തിന്റെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ടുകളായി വന്നിട്ടുണ്ട്. അന്നഹും കാനു യുസക്കൂന മാലൽ യതീം, അനാഥരുടെ സമ്പത്തിന്റെ വിഷയത്തിൽ അവർ സക്കാത്ത് കൊടുക്കാറുണ്ടായിരുന്നു. അവർ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഒന്ന്, മറ്റൊന്ന് അബ്ദുല്ലാഹ് ബിൻ ഉമർലാന്റെ മകനാണ്. അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ പലതും റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അഥവാ അനാഥരുടെ കുട്ടികളുടെ സമ്പത്തിന്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ ഭ്രാന്തന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ യഖ്റുജുഹ അൽ വക്കീൽ, ഇപ്പൊ അവരെ സംരക്ഷിക്കുന്നത് ആരാണോ, ഇപ്പൊ ആ ഭ്രാന്തന് അവരെ നോക്കുന്ന ഒരാളുണ്ടാവും. അതേപോലെ തന്നെ ആ കുട്ടികൾ, പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ സംരക്ഷിക്കുന്ന, അവരെ നോക്കി നടത്തുന്ന ഒരു വക്കീൽ, ഏൽപ്പിക്കപ്പെട്ട ഒരാളുണ്ടാകും. അത് ചിലപ്പോൾ കുടുംബത്തിൽപ്പെട്ട ആളാകാം, അല്ലാത്ത ആളാകാം. അയാളുടെ മേലാണ് അതിന്റെ ചുമതലയുള്ളത്. അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കൽ അയാളുടെ ബാധ്യതയാണ്. അഥവാ അവരുടെ സമ്പത്തിനെ ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കൽ ബാധ്യതയായി സഹാബത്തിന്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാ ഇനങ്ങൾക്കും സക്കാത്ത് നിർബന്ധമില്ല. ഇപ്പൊ ഒരാളുടെ വീട് നല്ല ഒരുപാട് കാശ് ചെലവഴിച്ച വീടാണ്, ചിലപ്പോൾ നല്ല കാശ് വരുന്ന വീടാണ്, അയാളിപ്പോ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന വാഹനം ചിലപ്പോ കോടിക്കണക്കിന് വില വരുന്ന നല്ല വാഹനമായിരിക്കും, പക്ഷെ ഒരു വാഹനം എന്ന രീതിയിലായതുകൊണ്ട് അതിന് വില കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും, താമസിക്കുന്ന വീട് കൂടുതൽ വില പിടിപ്പുള്ളതാണ് ഇല്ലാത്തതാണെങ്കിലും ശരി, അതിന് സക്കാത്തിന്റെ ബാധ്യത വരില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ലൈസ അലൽ മുസ്ലിമി ഫീ ഫറസിഹി വഗുലാമിഹി സദഖ, ഒരു മുസ്ലിം തന്റെ വാഹനം, അന്ന് കുതിരയാണ്, കുതിരക്ക് അതേപോലെ തന്നെ തന്റെ അടിമകൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പൊ അയാളുടെ കീഴിൽ അടിമകളുണ്ട്, അതേപോലെ തന്നെ വാഹനമുണ്ട്. അന്നത്തെ കാലത്ത് വാഹനമായി കുതിരയുണ്ട്, അതിന് സക്കാത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇമാം ബുഖാരി മുസ്ലിം ധരിക്കുന്ന ഹദീസ്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞപ്പോൾ താമസിക്കുന്ന വീട്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, അതിന്റെ പേരിൽ ഒരാൾ സക്കാത്തിന്റെ ബാധ്യതയിൽ വരില്ല. എന്നാൽ സക്കാത്തിന്റെ ബാധ്യത വരുന്ന ഇനങ്ങൾ അത് കൃത്യമായി ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായി 3 ഇനങ്ങളിൽ, 3 കാറ്റഗറികളിലാണ് സക്കാത്തിന്റെ ഇനങ്ങൾ വരുന്നത്. അതിലൊന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അതിന്റെ വിശദമായ രൂപങ്ങൾ സൂചിപ്പിക്കുന്നില്ല. വിശദമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് അതിന്റെ വശങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടി വരും. ഏകദേശം നമുക്ക് നിർവഹിക്കാൻ, നമ്മുടെ ബാധ്യത നിർവഹിക്കാൻ പറ്റുന്ന ചില വിശദീകരണങ്ങളാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതും ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ചാണ്. വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് സക്കാത്ത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ വായിച്ച ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അതിലൊന്നാമതായി അദ്ദഹബ് വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയുടെയും വിഷയത്തിലാണ് ഒന്നാമത്തെ സക്കാത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇനം.
വയുഖാസു അലൈഹ അൽ അമലാത്തുൽ മുഖ്തലിഫ. ബാക്കിയുള്ള അതുമായി ബന്ധപ്പെട്ട, അതായത് നമ്മൾ ക്രയവിക്രയത്തിന് ഉപയോഗിക്കുന്ന സ്വർണത്തിനും വെള്ളിക്കും പകരമായിട്ട് എന്തൊക്കെ സംഗതികളുണ്ടോ അതൊക്കെ പിന്നെ കണക്കാക്കുന്നത് ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അടിസ്ഥാനത്തിലാണ്. അഥവാ നാണയങ്ങൾ അല്ലെ, സ്വർണവും വെള്ളിയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവർ ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നത്. അന്ന് ഏകദേശം സ്വർണവും വെള്ളിയും ഒരേ വിലയിലാണ് വന്നിരുന്നത്. അപ്പൊ ആ സ്വർണവും വെള്ളിയുമാണ് അന്ന് അവർ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ആ സ്വർണം വെള്ളിയും സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം നാണയങ്ങളും കറൻസികളുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമ്മൾ കണക്കാക്കുക. വയുഖാസു അലൈഹൽ അമലാത്തുൽ മുഖ്തലിഫ. ഈ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേറെ സംവിധാനങ്ങൾ അത് ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അതേ രൂപത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ വരുന്ന മറ്റൊരു സംഗതി, ഞാൻ അതിന്റെ വശങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ്, സ്വർണവും വെള്ളിയുടെയും അതേ സക്കാത്തിന്റെ ആ ഒരു ഭാഗത്ത് വരുന്നതാണ് നിക്ഷേപങ്ങൾ. റിക്കാസു വൽ മആദിൻ, അതിൽ നിധി ലഭിക്കുന്നത് വരും. അതേപോലെ തന്നെ ഖനികളിൽ നിന്ന് ലഭിക്കുന്നത് വരും. ഭൂമിയിൽ നിന്ന് അത്തരത്തിൽ കുഴിച്ചെടുക്കുന്നത് നിക്ഷേപങ്ങൾ, അതും സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആ ഒരു ഭാഗത്ത് തന്നെയാണ് വിശദീകരിക്കപ്പെട്ടത്. പക്ഷെ അതിന്റെ പരിധികളിലും അതേപോലെ തന്നെ സക്കാത്തിന്റെ കൊടുക്കേണ്ട അളവിലും വ്യത്യാസങ്ങളുണ്ട്. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, അവിടെ കച്ചവടത്തിന്റെ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ, അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരാൾ സക്കാത്തിന്റെ ബാധ്യത ഏത് രൂപത്തിലാണ് വരിക, അതും കണക്കാക്കുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആ ഒരു പരിധിയെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ്. രണ്ടാമത്തെ ഇനം, അതായത് ഒന്നാമത്തെ ഇനം നാണയങ്ങൾ അഥവാ സ്വർണവും വെള്ളിയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ അസ്സുറൂഉ വസ്സിമാർ, കൃഷികളും അതേപോലെ തന്നെ ഫലവർഗ്ഗങ്ങളും. ആ വിഷയത്തിൽ കൃത്യമായി ഹദീസുകളിൽ വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. വിളകളിൽ നിന്ന് എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ഫലവർഗ്ഗങ്ങളിൽ നിന്ന് എങ്ങനെയായിരിക്കണം സക്കാത്ത് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ സക്കാത്തിന്റെ ഒരു ഇനം എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ. അപ്പൊ നാണയങ്ങൾ, അതേപോലെ തന്നെ കൃഷി ഉൽപ്പന്നങ്ങൾ, മൂന്നാമത്തത് കന്നുകാലികൾ. ഇനി ഒന്നാമത് വിശദീകരിച്ച സ്വർണവും വെള്ളിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടുതൽ ഹദീസുകളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർണം, ഗോൾഡ്, അതിന്റെ സക്കാത്ത്, അതിന്റെ നിസാബ് എത്രയാണ്, അതിന്റെ നിസാബ് എത്രയായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. അത് സ്വർണത്തിൻ്റെത് 20 മിസ്കാൽ, അഥവാ അന്നത്ത് പ്രയോഗിച്ചിരുന്ന പദപ്രയോഗം. പക്ഷേ നമുക്ക് മനസ്സിലാകാൻ ആ 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 85 ഗ്രാം, ഏകദേശം കണക്കാക്കപ്പെടുന്നത് 85 ഗ്രാം സ്വർണമാണ്. അതാണ് നമ്മൾ 10.5 പവൻ എന്ന് പറയുന്നത്. ആ 10.5 പവനാണ് സ്വർണത്തിന്റെ നിസാബായി. നിസാബ് എന്ന് പറഞ്ഞാൽ ഒരു മുതലിൽ, ഒരു സമ്പത്തിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള പരിധിക്കാണ് നിസാബ് എന്ന് പറയാം. അപ്പൊ ആ നിസാബ് സ്വർണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നത് അത് 85 ഗ്രാം ആണ് വരിക. 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 85 ഗ്രാം, അഥവാ ഏകദേശം നമ്മൾ പറയാറുള്ളത് 10.5 പവൻ. ഒരാളുടെ കയ്യിൽ സ്വർണമുണ്ടെങ്കിൽ ആ സ്വർണത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കാൻ അയാളുടെ ബാധ്യതയാണ്. അല്ലെ, അത് വർഷത്തിൽ ഒരിക്കലാണ് ആ ബാധ്യത ഉണ്ടാവുക. അത്ര എത്തിക്കഴിഞ്ഞാൽ അയാൾ ആ ബാധ്യസ്ഥനായി സക്കാത്ത് കൊടുക്കാൻ. അതിനു മുകളിൽ എത്രയുണ്ടോ അതിന്റെയൊക്കെ 2.5% വർഷത്തിൽ ഒരിക്കൽ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് സഹോദരങ്ങളെ നമ്മുടെ നിർബന്ധ ബാധ്യതയായിരിക്കും. അല്ലെ, വെള്ളിയുടെ വിഷയത്തിൽ വെള്ളി നമ്മൾ ഇങ്ങനെ ശേഖരിച്ചു വെക്കാറില്ല, വെള്ളി ആഭരണങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്, വെള്ളി 200 ദിർഹം, അഥവാ അത് ഏകദേശം 590 ഗ്രാം അത് കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതേപോലെ 2.5% സക്കാത്ത് കൊടുക്കണം. അതിപ്പോ ഇനി 85 ഗ്രാം സ്വർണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ 2.5% എടുത്ത് കൊടുക്കണമെന്നില്ല. അതിന് പകരമായി അതിന്റെ വിലക്ക് തുല്യമായ, അഥവാ ആ സ്വർണത്തിന്റെ 2.5% വില എത്രയാണോ ആ വില കൊടുത്താലും ആ സക്കാത്തിന്റെ ബാധ്യത വീടുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്, ഇത് ബാധ്യത വന്നു കഴിഞ്ഞാൽ കടം കൊടുക്കാനുള്ളത് പോലെ തന്നെയാണ്. അല്ലെ, ഞാനൊരു കുറച്ച് കാശ് ഒരാൾക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ ആ കടം കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ മരണപ്പെടുന്ന വിഷയത്തിൽ ഞാൻ എത്രമാത്രം ഭയപ്പെടാറുണ്ടോ. മയ്യത്ത് എടുത്തു വെക്കുമ്പോ ഇതാ ഈ മയ്യത്തിന് കടബാധ്യത ഉണ്ടെങ്കിൽ
ആ മയ്യത്തിന് ഞാൻ നമസ്കരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കടത്തിന്റെ വിഷയത്തിൽ ആ ഒരു ഗൗരവത്തോടെ കാണാറുണ്ടെങ്കിൽ, അതേപോലെ തന്നെയാണ് സക്കാത്തിന്റെ വിഷയവും. സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവനായിട്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, ഒരു കടബാധ്യതനായി ഒരാൾ മരിക്കുന്നത് പോലെ തന്നെയാണ്. ആ ബാധ്യതയോടുകൂടിയായിരിക്കും ഇവിടുന്ന് പോകുന്നത്. കടങ്ങൾ ചിലപ്പോ അനന്തരാവകാശികൾ വീട്ടിൽ നിന്ന് വരും ചിലപ്പോ, പക്ഷെ സക്കാത്തിന്റെ വിഹിതം ആളുകൾ അത് അവഗണിക്കും ചെയ്യും. നമ്മുടെ അനന്തരാവകാശികൾക്ക് വേണ്ടി നമ്മൾ സമ്പാദിച്ചു വെച്ചു അല്ലേ, നമ്മൾ സമ്പാദിക്കുന്നതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി അവിടെ സമ്പാദിക്കണം. അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിപ്പോ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സക്കാത്തിന്റെ വിഹിതം അത് കൊടുക്കാതെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, കടമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അനന്തരാവകാശികൾ വീട്ടിൽ നിന്ന് വരും, സക്കാത്തിന്റെ വിഹിതം അവർ മറന്നുപോകും, അതിനെ അവഗണിക്കും. ആ ബാധ്യതയോടുകൂടി നമ്മൾ പരലോകത്തെത്തും, അല്ലെങ്കിൽ ഖബറിൽ അതിന്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സക്കാത്ത് ഇതാ കൃത്യമായി സ്വർണത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസുകളിലുണ്ട്. അത് 20 മിസ്കാലാണ്, അഥവാ 85 ഗ്രാം അല്ലെ. നമ്മൾ 8 ഗ്രാം ഒരു പവൻ എന്ന തോതിൽ കൂട്ടുമ്പോഴാണ് 10.5 പവൻ. ആ 10.5 പവൻ എത്തി അതിന്റെ മുകളിൽ എത്ര ഉണ്ടോ അതിന്റെയൊക്കെ 2.5% വർഷത്തിലൊരിക്കൽ സക്കാത്ത് കൊടുക്കൽ ബാധ്യതയാണ്. വെള്ളി 590 ഗ്രാം കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്കുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ 2.5% കൊടുക്കൽ ബാധ്യതയാണ്. ഇവിടെ പിന്നെ ഒരു സംശയം വരല് ആഭരണത്തിന്റെ വിഷയത്തിൽ സക്കാത്ത് ഉണ്ടോ എന്നുള്ളതാണ്. സ്വർണ്ണ ആഭരണമായിട്ടാണെങ്കിൽ അതിപ്പോ 10.5 പവന് ആണെങ്കിലും അതിന് മുകളിലാണെങ്കിലും ആഭരണങ്ങൾക്കൊന്നും സക്കാത്തില്ല എന്ന രൂപത്തിലാണ് പിന്നെ സംസാരിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ഒരിക്കൽ ഒരു സ്ത്രീ കയ്യിൽ വളയണിഞ്ഞുകൊണ്ട് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, നീ നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണല്ലോ കയ്യിൽ വെച്ച് നടക്കുന്നത്, നീ അതിന്റെ ഹക്ക് വീട്ടിയിട്ടുണ്ടോ, അതിന്റെ ബാധ്യത വീട്ടിയിട്ടുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ സ്വർണം അതേപോലെ തന്നെ വെള്ളി ആഭരണമായി ഉപയോഗിച്ചാലും ശരി, അതിന് നിക്ഷേപമായി മാറ്റിവെച്ചാലും ശരി, അതിന്റെ നിസാബ് എന്ന് പറയുന്നത് രണ്ടിനും ഒരുപോലെ തന്നെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അത് ഈ പറഞ്ഞ പോലെ 10.5 പവൻ ആഭരണം ആയിക്കഴിഞ്ഞാൽ അതിന്റെ സക്കാത്ത് കൊടുക്കൽ ബാധ്യതയാണ്. അതിന്റെ മുകളിലേക്കുള്ളതിനും അതിന് കണക്കാക്കി സക്കാത്ത് കൊടുക്കൽ ബാധ്യതയാണ്. ഇനി ഒരാൾ ആഭരണമല്ല, വേറെ നിക്ഷേപമല്ല, വീട്ടിലുള്ള ഒരു സാധനത്തിന്റെ മുകളിൽ കുറച്ച് സ്വർണമുണ്ട്, അല്ലെങ്കിൽ അതുമേ സ്വർണം പൂശിയതാണ്, അത്തരത്തിൽ ചില ഉപകരണങ്ങൾ സ്വർണത്തിൻ്റെതാണ്, എന്നാൽ അങ്ങനെയാണെങ്കിലും ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിലാണ് സ്വർണ്ണം ഉള്ളത്, അതും ഇതുപോലെ തന്നെയാണ്. സ്വർണമായി എന്താണോ ഉള്ളത് അതിന്റെ ഈ പരിധി എത്തിയാൽ, അതിന് ആഭരണമാണെങ്കിലും നിക്ഷേപമാണെങ്കിലും മറ്റു വസ്തുക്കളിലാണെങ്കിലും അത് സക്കാത്ത് കൊടുക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഇനി ഈ വിഷയത്തിൽ നമ്മൾ സ്വർണ്ണല്ലേ വെള്ളിയല്ലേ അതൊന്നും ഇപ്പൊ നമ്മളെ കയ്യിലില്ലല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വർണവും വെള്ളിയും അവരെന്തിനാണോ ഉപയോഗിച്ചത്, അതേ ഉപയോഗത്തിന് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് നാണയങ്ങളാണ്, കറൻസികളാണ്. സാധനങ്ങൾ വാങ്ങാൻ ഇന്ന് നാണയം കൊടുത്താൽ, ആ നോട്ട് കൊടുത്താൽ നമുക്ക് അന്ന് അവർ സ്വർണവും വെള്ളിയും കൊടുത്ത് വാങ്ങിയിരുന്ന പോലെ ഇന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയും. അപ്പൊ ഇത് കയ്യിലുണ്ടായാലും സക്കാത്ത് ബാധ്യത വരും. അത് സാധാരണയായി കണക്കാക്കപ്പെടാറുള്ളത് വെള്ളിയുടെ പരിധിക്കനുസരിച്ചാണ് അല്ലെ. സ്വർണത്തിന് കണക്കാക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും നമുക്ക് കാണാൻ കഴിയും. ആര്യവത്തിൽ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ആര്യവത്തിൽ അത് മാത്രം സ്വർണത്തിന്റെ മാത്രം നിസാബ് പരിധി എടുത്ത് സക്കാത്തിന്റെ ബാധ്യത വിശദീകരിക്കുന്നതും ചില ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ കാണാൻ കഴിയും. എന്നാൽ അത് ഏറെക്കുറെ പണ്ഡിതന്മാരും വിശദീകരിച്ചത് വെള്ളിയുടെ പരിധിക്കനുസരിച്ച് ഒരാളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ, കറൻസി ഉണ്ടെങ്കിൽ, നാണയമുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവനാണ്. അഥവാ നമ്മൾ വെള്ളിയുടെ വിശദീകരിച്ചു, 590 ഗ്രാം വെള്ളിക്ക് എത്രയാണോ കാശ് വരുന്നത് അല്ലെ, ഏകദേശം ഇപ്പൊ ഇന്നത്തെ ഞാനൊന്ന് 590 ഗ്രാം വെള്ളിയുടെ ഒന്ന് നോക്കിയപ്പോൾ ഏകദേശം 20,000 രൂപയാണ്, നാട്ടിലെ 20,000 രൂപ. അപ്പൊ അത് വർഷത്തിൽ മാറ്റിവെക്കാൻ ഒരാൾക്കുണ്ടാകുന്നുവെങ്കിൽ അയാൾ അതിന്റെ 2.5% കൊടുക്കാൻ ബാധ്യതപ്പെട്ടവനാണ്. ഇപ്പൊ മാസം സാലറി ശമ്പളം വാങ്ങുന്ന ഒരാൾ, അയാൾക്ക് മാസം ഇപ്പൊ 30,000 രൂപ, നാട്ടിലെ 30,000 രൂപ ഉണ്ടെങ്കിൽ ആ 15,000 രൂപ എന്റെ ഒരു മാസത്തെ ചെലവായി ഞാൻ കണക്കാക്കിയാൽ അല്ലെ, വർഷത്തിൽ ബാക്കിയുള്ള ആ 3,60,000
രൂപ ഒരു വർഷത്തിൽ ഒരാൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ പകുതി അയാളുടെ ചെലവ്, ഇതാ എന്റെ വീട്ടു ചെലവ്, എന്റെ കാര്യങ്ങൾക്കൊക്കെ മാറ്റിവെച്ചാൽ ബാക്കി പകുതിയിൽ അയാൾ ബാധ്യതപ്പെട്ടവനാണ്. അതിന്റെ 2.5% സക്കാത്തിന്റെ ബാധ്യതയിൽ വരുന്നതാണ്. കാരണം 20,000 രൂപ നീക്കിവെക്കാൻ വർഷത്തിൽ ഒരാൾക്കുണ്ടാകുന്നുവെങ്കിൽ അല്ലെ, സക്കാത്തിന്റെ വെള്ളിയിലേക്ക് കണക്കാക്കുകയാണെങ്കിൽ അയാൾ ബാധ്യതപ്പെട്ട ഒരാളാണ്. അതിന്റെ 2.5%. 2.5% എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 1,00,000-ന് വെറും 2,500 രൂപയാണ് നമ്മൾ സക്കാത്തായിട്ട് കൊടുക്കേണ്ടതുള്ളൂ അല്ലെ. നമ്മളിങ്ങനെ ആലോചിക്കുകയെ സക്കാത്തൊന്നും കൊടുക്കാൻ മാത്രം ഞാൻ ആയിട്ടില്ല അല്ലെ. അത് കണക്കു നോക്കിയാൽ വളരെ കുറച്ചായിരിക്കും. വളരെ കുറഞ്ഞ സംഖ്യയാണ്, കുറഞ്ഞ മുതലാണ് പടച്ച റബ്ബ് നമ്മോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾ പാവങ്ങൾക്ക് നൽകണം, സക്കാത്തിന്റെ അവകാശികൾക്ക് നൽകണം എന്ന് പറഞ്ഞത് വളരെ കുറച്ചാണ്. പക്ഷെ ആ കുറച്ച് കൊടുക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ വഴികളുണ്ടോ അതാണ് ആലോചിക്കുക. എനിക്കിപ്പോ ഇവിടെ കടലിലെ ഇങ്ങനെ ഒരു ചെലവില്ലേ, ഇങ്ങനെയൊക്കെ അല്ലേ, ഇങ്ങനെ പലതും ഇങ്ങനെ കണക്കൂട്ടിയേ ഞാനൊന്നും ഇപ്പൊ സക്കാത്ത് കൊടുക്കണ്ട എന്നൊരു തീരുമാനത്തിക്ക് അവസാനം നമ്മൾ എത്തും അല്ലെ. ആ ഒരു 2,500 കൊടുക്കാൻ മടിച്ചതിന്റെ പേരിൽ ലക്ഷങ്ങൾ പടച്ച റബ്ബ് തമ്മിൽ നിന്ന് ചിലപ്പോൾ ഈടാക്കും അല്ലെ. എത്രയോ അനുഭവങ്ങൾ ജീവിതത്തിൽ അത്തരത്തിൽ വരുന്നവരുണ്ട് അല്ലെ. കുറച്ചൊരു കാശ് ഇങ്ങനെ ഒരു സഹായത്തിന് വേണ്ടി ചോദിച്ച ഒരാളായിരിക്കൂലേ, ഇങ്ങനെ ഒരു പ്രയാസത്തിന് കുറച്ച് എനിക്ക് വീട്ടിലേക്ക് കുറച്ച് കാശുങ്ങൾ കടമായി തരണം എന്ന് ചോദിച്ചിട്ട് പോലും തരാത്ത ആളുകൾ, ഉണ്ടായിട്ട് തരാത്ത ആളുകൾ, ചിലപ്പോ അതിനേക്കാൾ ഇരട്ടികൾ ഒരൊറ്റ ആക്സിഡന്റ് കൊണ്ട്, ചെറിയൊരു രോഗം കൊണ്ട് ആശുപത്രിയിൽ വെറുതെ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥകൾ ചിലപ്പോ അള്ളാഹ് സൃഷ്ടിച്ചേക്കാം. അപ്പൊ സക്കാത്ത് എന്ന് പറഞ്ഞ കുറച്ചുള്ളൂ സഹോദരങ്ങളെ. അത് നമ്മൾ കണക്കൂട്ടുന്നത് പോലെ ഒരുപാടില്ല. ഇതാ ഈ രൂപത്തിൽ 2.5% നമ്മോട് ആവശ്യപ്പെട്ടത്. അപ്പൊ നമ്മുടെ സാലറിയിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവർ ആ രൂപത്തിൽ അത് തിരിച്ചറിയുക. എന്റെ ഇതാ ചെലവിന് ഏകദേശം ഒരു പകുതി കണക്കൂട്ടുക. അത് ഏറ്റവും നല്ല ഒരു രീതിയിൽ കൂട്ടുമ്പോഴാണ് ഒരു പകുതി എന്റെ ചെലവിന് മാറ്റിവെച്ചാൽ ബാക്കി പകുതി എന്റെ സമ്പാദ്യമാണ്. ആ സമ്പാദ്യത്തിന് വർഷത്തിലൊരിക്കൽ സക്കാത്ത് കൊടുക്കൽ എന്റെ ബാധ്യതയാണ് എന്ന് സഹോദരങ്ങളെ ഞാൻ നിങ്ങളും തിരിച്ചറിയണം. അപ്പൊ ഏകദേശം അധികം ആളുകളും സക്കാത്തിന്റെ ബാധ്യതയിൽ വരും ആ രൂപത്തിലാകുമ്പോൾ. പിന്നെ മറ്റൊന്ന്, ഭൂമി കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. ഭൂമിക്ക് സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഭൂമി കച്ചവടം നടത്തുമ്പോൾ നമ്മളെ കയ്യിൽ വരുന്നത് കാശാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്വർണത്തിനും വെള്ളിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്തുപയോഗമാണ് ഉണ്ടായിരുന്നത്, അതുപോലെ നമ്മൾ കാശ്, നാണയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ ഒരു ഭൂമി വിൽക്കുമ്പോ അത് നമ്മുടെ കയ്യിൽ വരുന്ന കാശ് നമ്മുടെ മുതലാണ്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ വെള്ളിയുടെ ആ 590 ഗ്രാം വെള്ളിയുടെ വില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് എത്ര ഉണ്ടോ അതിന്റെ 2.5% കൊടുക്കൽ ബാധ്യതയാണ്. പിന്നെ വാഹനങ്ങൾക്ക് സക്കാത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരാൾ കുറെ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ആ വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയാണ്, കുറെ ബസ്സിന്റെ ഉടമയാണ്, അല്ലെങ്കിൽ കുറെ കാറിന്റെ ഉടമയാണ്. അങ്ങനെ ടാക്സി ആയിട്ട് അദ്ദേഹം കുറച്ച് വാഹനങ്ങൾ വാങ്ങി വെച്ച ഒരാളാണെങ്കിൽ വാഹനത്തിനൊന്നും സക്കാത്ത് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നല്ല, മറിച്ച് അത് വരുമാനമാണ്, നമ്മുടെ കയ്യിൽ നമ്മുടെ സമ്പാദ്യമായി വരുന്നതാണ്. അപ്പൊ ആ വാഹനത്തിന്റെ വിലക്കല്ല, മറിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്, അതിന് ഈ പറഞ്ഞ പോലെ നാണയങ്ങളുടെ അഥവാ വെള്ളിയുടെ ആ നിസാബിന് പരിധിക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കൽ നമ്മുടെ ബാധ്യതയായിരിക്കും. മറ്റൊന്ന്, ബിസിനസിന്റെ ഭാഗത്ത് കച്ചവടത്തിന്റെ വിഷയത്തിൽ സക്കാത്ത് വരുന്നത് ഇതേപോലെ തന്നെ വർഷത്തിൽ ഒരിക്കൽ തന്നെയാണ്. അതും കച്ചവടം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, കൃഷി ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും, പല സാധനങ്ങൾ ഉണ്ടാകും, ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാകും. അതേപോലെ തന്നെ കച്ചവടം എന്ന വശത്ത് തന്നെ വരുന്ന ഭൂമി കച്ചവടം ചെയ്യുന്നത് ഉണ്ടാകും. അതേപോലെ തന്നെ ബിസിനസ്സായി കമ്പനിയായി നടത്തുന്നവരുണ്ടാകും. ഇവിടെയൊക്കെ സാധാരണയായി ഷോപ്പുകളിൽ, കമ്പനികളിൽ ഓഡിറ്റിംഗ് നടക്കാറുണ്ട് അല്ലെ. നമ്മുടെ മൊത്തം സാധനങ്ങൾ ഇപ്പോൾ വർഷത്തിൽ ഒരിക്കൽ, ഇപ്പൊ ഈ മാർച്ച് മാസത്തിൽ ഒരാൾ കണക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ അവിടെ ഒപ്പമുള്ള സാധനങ്ങളുടെ മൊത്തം കണക്കെടുക്കും, അതിന്റെ വില മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ മാർച്ച് മുതൽ ഈ മാർച്ച് വരെ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ വാങ്ങി, മൊത്തം സാധനങ്ങളുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ടാകും, അതിന്റെ വില എന്റെ അടുത്തുണ്ടാകും. ഇതിന്റെ ഇടയിൽ എത്ര ഞാൻ വിറ്റു, ആ വിറ്റതിൽ എത്രയാണ് എന്റെ ചെലവ്, ലാഭം എത്ര, കൃത്യമായി നമ്മൾ ഓഡിറ്റിംഗ് നടത്താറുണ്ട്. അതിൽ നിന്ന് ഇതാ ഒരാൾ കച്ചവടത്തിന്റെ സക്കാത്ത് നിശ്ചയിക്കുമ്പോൾ അപ്പൊ ഉള്ള മുതലും, അതായത് വിറ്റിട്ടില്ലാത്ത ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും നമ്മുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്
അല്ലെ? നമ്മൾ അങ്ങനെ റെഡി കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളുണ്ട്, കടമായിട്ട് എടുക്കുന്നുണ്ട്. എന്നാൽ റെഡി കാശ് കൊടുത്ത സാധനങ്ങൾ നമ്മുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. അതുകൂടി കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ചെലവ്. ചിലപ്പോ നമ്മുടെ സ്റ്റാഫുകൾക്ക്, നമ്മുടെ കീഴിലുള്ള ആളുകൾക്ക് ജീവനക്കാരുടെ കൂലി അതിൽ നിന്ന് മാറ്റിവെക്കേണ്ടി വരും. അത്തരത്തിലുള്ള റൂമിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ വാടക ഇനങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. ആ ചെലവ് മാറ്റിവെച്ച് ബാക്കിയുള്ളത് മുതലിൽ ഇത് വിറ്റാൽ ഇത്ര കാശ് കിട്ടും, അത് മുഴുവൻ ഒരു ബാധ്യതയില്ലാതെ എന്റെ ഉടമസ്ഥാവകാശം തന്നെ വരുന്നതാണെങ്കിൽ അതിൽ ഇതേപോലത്തെ കച്ചവടത്തിൽ വർഷത്തിൽ ഒരിക്കൽ ഈ പറഞ്ഞ രൂപത്തിൽ 2.5% കൊടുക്കൽ ബാധ്യതയാണ്. അല്ലെ? അതിന്റെ പരിധി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതിന്റെയും പരിധി കണക്കാക്കുന്നത് വെള്ളിയുടെ പരിധിക്കനുസരിച്ചാണ്. 590 ഗ്രാം വെള്ളിക്ക് എത്ര വിലയോ അത്ര വില കണക്ക് നോക്കിയാലുണ്ടെങ്കിൽ അതിന് മുകളിൽ എത്രയുണ്ടോ അതിന്റെയൊക്കെ 2.5% കൊടുക്കേണ്ടി വരും. അന്ന് മാർക്കറ്റ് വില എന്താണോ അതിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ വാങ്ങുമ്പോൾ ചിലപ്പോ ആ സാധനത്തിന് വില കൂടുതലുണ്ടാകാം, കുറവുണ്ടാകാം. പക്ഷെ ഇപ്പോ എന്ത് വിലയാണോ ആ സാധനങ്ങളിൽ നമ്മുടെ ഷോപ്പിലോ നമ്മുടെ ഇതിലോ വിൽക്കാതെ അപ്പൊ അവിടെ ഉള്ളത്, അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില എന്താണോ അതിനനുസരിച്ചാണ് അത് കണക്ക് നോക്കേണ്ടത്. നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇനി കുറഞ്ഞാലും ശരി, അന്ന് അത് കൂടുതലാണെങ്കിലും ശരി, ഇപ്പോ ഏതൊരവസ്ഥയിലാണോ അതിന്റെ വില, ആ വില വെച്ചാണ് ആ കണക്ക് നമ്മൾ നോക്കേണ്ടത്. മറ്റൊന്ന് സക്കാത്തിന്റെ ആ ഭാഗത്തുള്ളത് നമ്മൾ ഏറ്റവും ഇതാണ് നമ്മൾ പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ശമ്പളം വാങ്ങുന്നവരായിരിക്കും കൂടുതൽ ഉണ്ടാകാം, അതേപോലെ തന്നെ ബിസിനസ് നടത്തുന്ന ആളുകളാണ്. അപ്പൊ അത്തരം ആളുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇത് വളരെ എളുപ്പമാണ്, അതിനധികം സങ്കീർണമല്ല, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൊടുക്കണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ, എന്റെ ഈ ഒരു ബാധ്യത നിർവഹിക്കണമെന്ന് താല്പര്യമുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ വളരെ സിമ്പിളാണ്, വളരെ കുറച്ചേ പടച്ചറപ്പ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് അത് കൃഷി ഉൽപ്പന്നങ്ങളാണ്. സക്കാത്ത് ബാധ്യത വരുന്നത് കൃഷിയിൽ നിന്നാണ്. അതേപോലെ തന്നെ ഫലവർഗ്ഗങ്ങൾ, അത്തരം കൃഷികളിൽ നിന്നുണ്ടാകുന്ന വരുമാനം, അതില് സക്കാത്ത് കൊടുക്കൽ ബാധ്യതയുണ്ട്. വിശുദ്ധ ഖുർആൻ അത് വിശദീകരിച്ചു. കുലു മിൻ സമരിഹി ഇദാ അസ്മർ വആതു ഹഖഹു യൗമ ഹസാദിഹി. നിങ്ങൾ ഫലം പാകമായാൽ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളൂ, അഥവാ അത് പറിച്ചെടുക്കാനായാൽ നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചുകൊള്ളൂ. വആതു ഹഖഹു യൗമ ഹസാദി. അത് വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ അവകാശം, അതിന്റെ ബാധ്യത നിങ്ങൾ കൊടുത്തു വിട്ടുക. മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ ബഖറയിൽ വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി വിശദീകരിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും വമിമ്മാ ഖറജ്നാ ലക്കും മിനൽ അർള്. വിശ്വാസി സമൂഹമേ, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചതിലെ ഏറ്റവും നല്ലതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർള്, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം മുളപ്പിച്ചു തന്നതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. രണ്ട് സമ്പാദ്യങ്ങളും, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന മറ്റു മാർഗങ്ങളിലൂടെയുള്ള സമ്പാദ്യത്തിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം. അതേപോലെ തന്നെ വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർള്, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം മുളപ്പിച്ചു തന്നതിൽ നിന്നും നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, ചെലവഴിക്കണം. അത് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോ വിളകൾക്ക്, കൃഷി ഉൽപ്പന്നങ്ങൾക്ക് സക്കാത്ത് ഉണ്ട്. അതും ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ പറഞ്ഞത്, അതിലെ നാണയങ്ങൾക്ക് 2.5% പറഞ്ഞതെങ്കിൽ, നാണയങ്ങൾക്ക് ഇപ്പൊ 100 രൂപ ഉണ്ടെങ്കിൽ 2.5 രൂപ സക്കാത്ത് കൊടുക്കണം. ആ ഒരു രൂപത്തിലാണ് 1025 എന്ന രൂപത്തിലാണ് പറഞ്ഞതെങ്കിൽ, കൃഷി ഉൽപ്പന്നങ്ങളുടെ രൂപം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, നമ്മൾ പ്രയാസം സഹിച്ച്, അഥവാ ജോലിക്കാരെ വെച്ച് പണിയെടുപ്പിച്ചു, അതേപോലെ തന്നെ വെള്ളം നനച്ചു, അങ്ങനെ നമ്മൾ ഒരുപാട് ചെലവ് നിർവഹിച്ച് വളമിട്ട് നല്ല നോക്കി നടത്തി ഉണ്ടാക്കിയ കൃഷിയാണ്. അതിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ അതിന്റെ 5%, നിസ്ഫുൽ ഉശ്ർ, 10% പകുതി, അഥവാ 5% സക്കാത്ത് കൊടുക്കേണ്ടത്. എന്നാൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തില്ല, ജോലിക്കാരെ വെച്ച് പണിയെടുപ്പിച്ചൊന്നുമില്ല, അങ്ങനെ ഇടക്ക് മഴ കിട്ടി, നല്ല വിളവൊക്കെ അങ്ങനെ ഇടക്ക് ഇങ്ങനെ ഉണ്ടായി, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ, അല്ലെ? ചില ആളുകൾ അങ്ങനെ വിട്ടിട്ടുണ്ടാവും, തെങ്ങും തോപ്പുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ കൃഷി സ്ഥലങ്ങൾ ഉണ്ടാവും, പ്രത്യേകിച്ച് അവിടെ പണിയെടുപ്പിക്കണമൊന്നും ഉണ്ടാവില്ല.
അതങ്ങനെ വർഷത്തിൽ പോയി നോക്കുമ്പോൾ കുറച്ചൊക്കെ അതിലുണ്ടാകും. അങ്ങനെ കിട്ടുന്ന, പ്രത്യേകിച്ച് ചെലവുകളൊന്നും ഇല്ലാതെ കിട്ടുന്ന വരുമാനവും കൃഷിയിൽ നിന്നുണ്ടാകാം. അത്തരം കാര്യങ്ങളാകുമ്പോൾ അതിന്റെ ഇരട്ടി സക്കാത്ത് വരും. അഥവാ 10% സക്കാത്ത്, അൽ ഉഷുർ, 10% സക്കാത്ത് കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഫീമാ സഖത്തിൽ അൻഹാർ വൽ ഗീം, അതായത് മഴ പെയ്തും അതേപോലെ തന്നെ മറ്റു അരുവികളിൽ നിന്നൊക്കെ അങ്ങനെ വെള്ളം കിട്ടി ഉണ്ടായ കൃഷി ഉൽപ്പന്നങ്ങളാണെങ്കിൽ അവയിൽ നിന്ന് നിങ്ങൾ 10% സക്കാത്ത് കൊടുക്കണം. ഫീമാ സുഖിയ ബിസ്സാഖിയ, വെള്ളം നനച്ച് പണിയെടുപ്പിച്ച് നിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ അതിന്റെ 5% സക്കാത്ത് കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കൃഷി ഉൽപ്പന്നങ്ങളുടേത് ആ രൂപത്തിലാണ്. മറ്റൊന്ന്, എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്കും സക്കാത്ത് നിർബന്ധമുണ്ടോ എന്നതാണ്. അപ്പൊ അതില് പണ്ഡിതന്മാർക്കിടയിൽ, ഫിഖ്ഹി പണ്ഡിതന്മാർക്കിടയിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. അതിൽ അധിക പണ്ഡിതന്മാരും എടുത്തുദ്ധരിച്ചതും അധികം ആളുകളും സ്വീകരിക്കുന്നതും ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായമാണ്. ഇമാം അബൂ ഹനീഫ പറഞ്ഞ അന്ന സക്കാത്ത വാജിബത്തുൻ ഫി ജമീഇ മാ തൻതജിഹുൽ അർളു മിൻ മഹാസീലിൻ വസമാരിൻ വഫാകിഹത്തിൻ വഖിലാൻ, ഭൂമി മുളപ്പിക്കുന്ന എല്ലാ ഇനങ്ങൾ, അതിനി പച്ചക്കറികളാകട്ടെ പഴങ്ങളാകട്ടെ അതേപോലെ തന്നെയുള്ള ഭൂമി മുളപ്പിക്കുന്ന അത്തരം സംഗതികൾ, നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള അത്തരം സംഗതികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചക്കറികൾക്കും അത്തരം കാര്യങ്ങൾക്കൊന്നും എടുത്തു പറഞ്ഞത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം അത്തരം കാര്യങ്ങളിൽ നിന്നും ഈ പറഞ്ഞതുപോലെ സക്കാത്തിന്റെ ബാധ്യത ഉണ്ട്, അത് കൊടുത്തുവിട്ടൽ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അഭിപ്രായമാണ് അധിക ഫുഖഹാക്കളും എടുത്തുധരിച്ചത്. ഇനി അതിന് എന്താണ് പരിധി, അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, അത് ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ലൈസ ഫീ ദൂന ഖംസതി ഔസഖിൻ സദഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 5 വസ്ഖിന് താഴെയുള്ളതിന് സക്കാത്തില്ല. അപ്പൊ ഒരു വസ്ഖ് എന്ന് പറഞ്ഞാൽ അത് 60 സ്വ ആണ്. അല്ലെ, സ്വ എന്നുള്ളത് സാധാരണ നമ്മൾ ഫിത്ർ സക്കാത്തായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകം കേൾക്കുന്ന ഒരു പദമാണ്. അത് ഏകദേശം 2 കിലോഗ്രാമോളം വരുന്നതാണ് ഒരു സ്വ എന്ന് പറയുന്നത്. അപ്പോ ഒരു വസ്തു 60 സ്വ ആണ്. ആ 60 സ്വ അങ്ങനെ 5 വസ്തു എന്ന് പറയുമ്പോൾ അത് 300 സ്വ ആകും. ഏകദേശം അത് 600 കിലോഗ്രാം അഥവാ 6 കിൻഡൽ ഒരാൾക്ക് കൃഷിയിൽ നിന്ന് ഉൽപ്പന്നമായി ലഭിച്ചുവെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെലവ് ഒരുപാട് പണിയെടുപ്പിച്ച് വളം നൽകി ആളുകളെ കൊണ്ട് ജോലി എടുപ്പിച്ച് ഉണ്ടാക്കിയതാണെങ്കിൽ അതിൻ്റെ 5%, അതല്ല പ്രത്യേകിച്ച് അങ്ങനെ നമ്മളൊന്നും ചെലവ് നടത്താതെ ഉണ്ടായതാണെങ്കിൽ അതിൻ്റെ 10% സക്കാത്ത് കൊടുക്കണം. അപ്പൊ കൊടുക്കേണ്ട പരിധി ഇത്രയാണ്. അഥവാ ബാധ്യത വരിക 6 കിൻഡൽ 600 കിലോഗ്രാം ആ വിളവുണ്ട്. തൊലി കളഞ്ഞുപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിൽ, ഇപ്പോൾ അരി അത് നെല്ലായിട്ട് കിട്ടുമ്പോൾ അതിന്റെ തൊലി കളഞ്ഞിട്ട് ബാക്കി അരിയായി 6 കിൻഡൽ ഉണ്ടെങ്കിലേ സക്കാത്ത് ബാധ്യത വരുള്ളൂ. അപ്പൊ തൊലി കളഞ്ഞുപയോഗിക്കുന്ന വസ്തുക്കൾ, അത്തരം കൃഷി ഉൽപ്പന്നങ്ങൾ തൊലി കളഞ്ഞതിന് ശേഷം 6 കിൻഡൽ ഉണ്ടെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ചെലവ് നടത്തി ഉണ്ടാക്കിയ കൃഷിയാണെങ്കിൽ അതിന്റെ 5%, അല്ലാതെ ആണെങ്കിൽ 10% സക്കാത്ത് ബാധ്യത ഉണ്ട്. അപ്പൊ അതും കൃത്യമാണ്. ഈ പറഞ്ഞ രൂപത്തിൽ കൃഷി സംവിധാനങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ വിഷയത്തിൽ കൃത്യമായി കൊണ്ടു നടക്കാനും സക്കാത്തിന്റെ ബാധ്യത എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. 6 കിൻഡലോളം വരുന്നത് ഇനി നമുക്ക് അളന്ന് ആ രൂപത്തിൽ കണക്കാക്കാൻ പറ്റാത്ത ഉൽപ്പന്നങ്ങളുണ്ട്. കൃഷിയിൽ നിന്ന് തന്നെ അങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റാത്തത് ഉണ്ടാവും. പക്ഷെ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നാട്ടിലെ പ്രധാനപ്പെട്ട ധാന്യം, അഥവാ നമ്മുടെ നാട്ടിൽ അരിയാണ്, നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന അരി തന്നെയാണ്. അപ്പൊ അരി 6 കിൻഡലിന് ഏകദേശം എത്ര വില വരും? ഇപ്പൊ ഏകദേശം ഒരു 30 രൂപ വെച്ച് 1 കിലോ അരിക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 18,000 രൂപ 6 കിൻഡൽ അരിക്ക് വരും. അപ്പൊ അത്ര രൂപക്ക് ഇതാ ഇപ്പൊ എനിക്ക് കൃഷിയിൽ നിന്ന് കിട്ടിയ ഉൽപ്പന്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച അളവ് കൃത്യമായി നമുക്ക് നോക്കാൻ പറ്റാത്ത അത്തരം കൃഷി ഉൽപ്പന്നങ്ങളാണെങ്കിൽ നാട്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യത്തിന്റെ 6 കിൻഡലിന് എത്ര വില വരുമോ ആ വില അത് വിറ്റാൽ കിട്ടുമെങ്കിൽ അതിന്റെ സക്കാത്ത് ആ രൂപത്തിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അതാണ് ആ വിഷയത്തിൽ നമുക്ക് കണക്കാക്കാനുള്ള മാർഗം. പിന്നെ എപ്പോഴാണ് ആ സക്കാത്ത് കൊടുക്കേണ്ടത്? അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിളവെടുക്കുന്ന സമയത്താണ്
വിളകളുടെ കൃഷി ഉൽപ്പന്നങ്ങളുടെ സക്കാത്ത്. അതിന് വർഷം തികയണമെന്നില്ല. ചിലപ്പോൾ ഒരു വർഷത്തിൽ തന്നെ 2-3 തവണ വിളവെടുക്കുന്നതാണെങ്കിൽ എപ്പോഴാണോ വിളവെടുക്കുന്നത് ആ സമയത്ത് അതിന്റെ സക്കാത്ത് കൊടുക്കൽ ബാധ്യതയാണ്. അതിൽ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഒരാള് കുറച്ചൊക്കെ കൃഷി ചെലവ് നടത്തി കുറച്ചൊക്കെ ആളുകളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്, എന്നാൽ വല്ലാതെ അങ്ങോട്ട് നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള വിഷയത്തിലും പണ്ഡിതന്മാർ അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു അളവ് പറഞ്ഞിട്ടുണ്ട്. അഥവാ പൂർണ്ണമായി ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് പണിയെടുപ്പിച്ചിട്ടുണ്ടായ കൃഷിയാണെങ്കിൽ അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 5% കൊടുത്താൽ മതി. അതല്ല, പ്രത്യേകിച്ച് നോക്കാതെ ഒന്നും ശ്രദ്ധിക്കാതെ കിട്ടുന്ന വിളയാണെങ്കിൽ അതിന്റെ 10% എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വരുന്ന ചില രൂപ ഉണ്ടാകും. അഥവാ കുറച്ചൊക്കെ പണിയെടുപ്പിച്ചിട്ടുണ്ട്, എന്നാൽ ബാക്കിയൊക്കെ ഇങ്ങനെ നല്ല മഴ കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് വിളവുണ്ടായതാണെങ്കിൽ അതിന് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു അളവ് എന്ന നിലയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് 7.5% അതിന് സക്കാത്ത് കൊടുക്കണം എന്ന് വിശദീകരണം നമുക്ക് കാണാൻ പറ്റും. അടുത്തത് സക്കാത്തിന്റെ ഒരു ഇനം, അത് കന്നുകാലികളുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ അത് കൂടുതൽ വിശദീകരിക്കണില്ല. അത് നമ്മളങ്ങനെ കന്നുകാലികളെ വളർത്താറില്ല. ഇനി വളർത്തുന്നവരുണ്ടെങ്കിൽ തന്നെ അതിന്റെ കൂടുതൽ അറബി നാടുകളിലുള്ളതുപോലെ ഈ ഒരു പരിധിയിൽ എത്തുന്ന രൂപത്തിലൊന്നും നമ്മൾ വളർത്താറില്ല. പക്ഷെ സക്കാത്തിന്റെ ഒരു വിഷയം സൂചിപ്പിക്കുമ്പോൾ ഒന്ന് സൂചിപ്പിക്കുക എന്ന് മാത്രം. 3 ഇനങ്ങളിൽ, അഥവാ ഒട്ടകം, മാട്, ആട്, ഈ ഇനങ്ങളിലാണ് സക്കാത്ത് ഉള്ളത്. അത് ഒട്ടകത്തിൻ്റെത് 5 ഒട്ടകം ആകുമ്പോഴേ സക്കാത്തിന്റെ പരിധി എത്തുള്ളൂ. അതിന്റെ മുകളിലേക്കാണ് സക്കാത്ത് ഉള്ളത്. അതേപോലെ തന്നെ മാട് വർഗങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് 30, അതിന് മുകളിലുള്ളതിന് സക്കാത്തിന്റെ ബാധ്യത വരുള്ളൂ. ഒരാൾക്ക് 29 ഉള്ളെങ്കിൽ അതിന് സക്കാത്തില്ല. അതേപോലെ ഒട്ടകം 4 ഉള്ളെങ്കിൽ അതിന് സക്കാത്തില്ല. അത് 5 ആയാൽ അല്ലെങ്കിൽ 30 മാടുകളായാൽ സക്കാത്തുണ്ട്. ആടുകളുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 40 ആടുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്കുള്ളത് അതിനൊക്കെ സക്കാത്തിന്റെ ബാധ്യത വിശദീകരിച്ചിട്ടുണ്ട്. 39 ആണെങ്കിലും അതിൽ ബാധ്യത വരില്ല. പക്ഷെ 40 ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് ബാധ്യത വരും. പിന്നെ ഈ കന്നുകാലികളുടെ വിഷയത്തിൽ തന്നെ വാഹനമായോ കൃഷിക്കോ ഉപയോഗിക്കുന്നതിന് സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടില്ല. അല്ലാതെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നമ്മൾ വളർത്തുന്നതിൽ സക്കാത്തിന്റെ ബാധ്യതയുണ്ട്. സക്കാത്തിന്റെ അവകാശികൾ ആരാണ്? സക്കാത്ത് ആർക്കൊക്കെയാണ് നൽകേണ്ടത്? ഇത് നമ്മൾ സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്ത് പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ്. ഇന്നമസ് സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ. 8 അവകാശികളാണ് വിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിച്ചത്. ആ 8 അവകാശികൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സക്കാത്ത് സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകളുള്ളതുപോലെ തന്നെ സക്കാത്ത് നൽകാൻ അതിന്റെ അവകാശികളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. ഇന്നമസ് സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ. ആ 8 അവകാശികൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. സാധുക്കൾ, ദരിദ്രരായ ആളുകൾ, ഫഖീർമാർ. അതേപോലെ തന്നെ ഫഖീർമാർ എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രവും അവരുടെ പെരുമാറ്റം കണ്ടാൽ തന്നെ അവര് ദരിദ്രരാണ്, പ്രയാസത്തിലാണെന്ന് അറിയും. മിസ്കീനുകൾ എന്ന് പറഞ്ഞാൽ അവരെ ചിലപ്പോൾ കണ്ടാൽ പ്രയാസത്തിലാണെന്ന് അറിയില്ല. അവരുടെ വസ്ത്രം കണ്ടാൽ ചിലപ്പോൾ അവർ നല്ല സമ്പന്നരാണെന്നൊക്കെ തോന്നും, പക്ഷെ അവർ ജീവിതത്തിൽ പ്രയാസമുള്ള ആളുകളായിരിക്കും. മറ്റൊന്ന് വൽ ആമിലീന അലൈഹ, സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. മറ്റൊന്ന് മനസ്സ് ഇസ്ലാമിലേക്ക് ചാഞ്ഞവർ. ആ ഭാഗത്ത് ചില വിശദീകരണങ്ങളൊക്കെ കാണാൻ കഴിയും. അത് നമ്മൾ പലപ്പോഴായി മനസ്സിലാക്കിയ ആളുകളാണ്. ഇസ്ലാമിലേക്ക് പെട്ടെന്ന്, അതായത് പുതുതായി കടന്നു വന്നവരാണ് ഒന്നതിൽ വരിക. മറ്റൊന്ന് അടിമ മോചനത്തിന് വേണ്ടി, മറ്റൊന്ന് കടബാധ്യതയുള്ളവർക്ക് കടം വീട്ടാൻ വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അഥവാ ആ പ്രവർത്തനത്തിൽ അള്ളാന്റെ മാർഗത്തിലുള്ള യുദ്ധങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ പള്ളി നിർമ്മാണം, അതേപോലെ തന്നെ മദ്രസകൾ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അത്തരം മേഖലകളിൽ ആ സക്കാത്തിന്റെ വിഹിതം ഉപയോഗിക്കാം. മറ്റൊന്ന് യാത്രക്കിടയിൽ പ്രയാസപ്പെടുന്ന, വേറെ നാട്ടിലെത്തി കയ്യിൽ കാശില്ലാതെ പ്രയാസപ്പെടുന്ന ഇബ്നുസ് സബീൽ. ഈ വിഷയത്തിൽ ഇങ്ങനെ 8 ആളുകളാണ് സക്കാത്തിന്റെ അവകാശികൾ. സക്കാത്തിന്റെ കാര്യങ്ങൾ, അതിന്റെ പ്രാധാന്യവും അതിന്റെ വശങ്ങളും ഏകദേശം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത്, ഞാൻ ബാധ്യതപ്പെട്ട ഒരാളാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഈ വിഷയത്തിൽ ഇതാ എന്റെ നേരെ ചൂണ്ടി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗം ഉണ്ടാകരുതേ എന്നതായിരിക്കണം സഹോദരങ്ങളെ ഈ ഹാളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിനോട് ചോദിക്കേണ്ടത്. അല്ലെ, എന്റെ ജീവിതത്തിൽ ഞാനിതിന് ബാധ്യതപ്പെട്ട ആളാണെങ്കിൽ പടച്ചറബിന്റെ അടുക്കൽ സമാധാനത്തോടെ ഇതാ ഞാൻ ആ ബാധ്യത നിർവഹിച്ചിട്ടുണ്ടെന്ന സന്തോഷത്തോടെ റബ്ബിനെ കണ്ടുമുട്ടാൻ അതിന് നമുക്ക് സാധിക്കണം. ആ രംഗത്ത് നമ്മൾ സൂക്ഷ്മത പുലർത്തുക. പടച്ചറബ് അത്തരത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ പൂർണ്ണമായി സന്തോഷത്തോടെ
ആത്മാർത്ഥതയോടെ ജീവിതത്തിൽ പാലിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. ഈമാനോടുകൂടി ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് സന്തോഷത്തോടെ ഈ ലോകത്തോട് വിട പറയാനുമുള്ള സൗഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലും കുടുംബങ്ങളിലും കൺകുളിർമ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആദർശ ശുദ്ധി നിലനിർത്തി തരണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.